ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പോൾ എങ്ങനെ നമുക്ക് ITR ഫയൽ ചെയ്യാം എന്നുള്ളത് നമുക്കിന്ന് നോക്കാം. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നമുക്കിന്നൊന്ന് മനസ്സിലാക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല ഈ ITR ഫയലിംഗ് എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ഇപ്പോൾ ITR അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാ ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഫോമാണ്. അതായത് ലൈക്ക് ഇപ്പോൾ നമ്മുടെ ഗ്രോസ് ടാക്സബിൾ ഇൻകം, നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള എക്സംഷൻസ് അല്ലെങ്കിൽ ഡിഡക്ഷൻസ്, അതുപോലെ നമ്മൾ ഓൾറെഡി പേ ചെയ്ത ടാക്സ് ഒക്കെ. അപ്പോൾ നമ്മുടെ നെറ്റ് ടാക്സ് ലയബിലിറ്റി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ ITR ഫോം നമ്മളെ സഹായിക്കും. അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ അടയ്ക്കുന്ന ടാക്സ് എത്രയാണെന്നുള്ളത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ സാധിക്കും. അപ്പം ജസ്റ്റ് നമ്മുടെ കോളേജ് അഡ്മിഷൻ ഫോം പോലെ നിങ്ങൾക്ക് ഇത് ചിന്തിക്കാം. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങളുടെ കോളേജ് അഡ്മിഷൻ ഫോമൊക്കെ? അതിൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലേ? ലൈക്ക് ഇപ്പോൾ നമ്മുടെ അക്കാഡമിക് റെക്കോർഡ്സ്, എക്സ്ട്രാ കരിക്കുലർ, കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എന്താണ് ഇതിന്റെ ബേസിലാണ് കോളേജ് എന്താണ് നമ്മുടെ അഡ്മിഷൻ അക്സെപ്റ്റ് ചെയ്യണോ അതോ റിജക്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെയാണ് നമ്മളിവിടെ എന്താണ് നമ്മുടെ ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കും, അതായത് നമ്മൾ എത്ര ടാക്സ് അടയ്ക്കണം എന്നുള്ളൊരു കാര്യം. പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, എല്ലാവരും ഇവിടെ ITR ഫയൽ ചെയ്യണോ? അപ്പോൾ നിങ്ങളിപ്പം ഇൻകം ടാക്സ് ബ്രാക്കറ്റിൽ വരുന്നില്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സോ നമുക്ക് നോക്കാം ആരൊക്കെയാണ് ITR ഫയൽ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പം നിങ്ങളുടെ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റ് എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ITR നിങ്ങൾ ഫയൽ ചെയ്യണം. കൂടാതെ ഇനി പറയാൻ പോകുന്ന ക്രൈറ്റീരിയാസ് നിങ്ങൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളും ITR നിങ്ങൾ ഫയൽ ചെയ്യണം. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നല്ലെങ്കിൽ അതിൽ കൂടുതൽ കറണ്ട് ബാങ്ക് അക്കൗണ്ടിൽ 1 കോടി അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ, അടുത്ത് സേവിങ്സ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഒരു 50 ലക്ഷത്തിലധികം ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ, അടുത്തിപ്പോൾ നിങ്ങൾ എന്താണ് ഒരു ഫോറിൻ ട്രിപ്പിനായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ വേറൊരാൾക്കായിട്ട് വേണ്ടിയിട്ട് നിങ്ങൾ 2 ലക്ഷം രൂപയിലധികം നിങ്ങൾ ചിലവാക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് 1 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ, ഇനിയിപ്പം TDS അല്ലെങ്കിൽ TCS ഫോമിൽ ടാക്സ് പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നോർമൽ സിറ്റിസന് 25,000 രൂപയും സീനിയർ സിറ്റിസന് 50,000 രൂപയും പ്ലസ് നിങ്ങളുടെ TDSഉം TCSഉം 25,000 അല്ലെങ്കിൽ അതിൽ കൂടുതലായാലും നിങ്ങൾ ITR നിങ്ങൾ ഫയൽ ചെയ്യണം. ഇനി അടുത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ബിസിനസ് ടേൺ ഓവർ 60 ലക്ഷത്തിൽ കൂടുതലാണ്, അതുപോലെ പ്രൊഫഷണൽ ഇൻകം 10 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ ITR ഫയൽ ചെയ്യണം. കൂടാതെ 21 ഏപ്രിൽ 2024 ഒരു സർക്കുലർ പ്രകാരം ഗവൺമെന്റ് വേറെ കുറച്ച് ക്രൈറ്റീരിയ കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഓൺലൈനിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ അതിനായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഇൻകം ഈ ഒരു ലിമിറ്റിൻ്റെ താഴെയാണെങ്കിൽ ITR ഫയൽ ചെയ്യേണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. ഇപ്പം നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ആയോ? അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം ITR ഫയൽ ചെയ്യുന്ന എല്ലാ ആളുകളും ടാക്സ് പേ ചെയ്യണമെന്നാണോ? ഇപ്പോൾ 2025 ഫൈനാൻഷ്യലിൽ ഡിസംബർ വരെ നോക്കുകയാണെങ്കിൽ 8,39,00,000 ആളുകളാണ് ITR ഫയൽ ചെയ്തേക്കുന്നത്. എന്നാൽ ഇതിൽ 5,57,00,000 ആളുകൾക്ക് സീറോ ടാക്സ് ലയബിലിറ്റി ആണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 5,57,00,000 ആളുകൾ ITR ഫയൽ ചെയ്തിരിക്കുന്നത് ടാക്സ് അടയ്ക്കാനായിട്ടല്ല, അവർ ഫയൽ ചെയ്തിരിക്കുന്നത് വേറെ കുറച്ച് റീസൺ ആയിട്ടാണ്. ഇപ്പം പറയുകയാണെങ്കിൽ ലോൺ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കംപ്ലയിൻസിനൊക്കെ ആയിട്ടാണ് അവർ ITR ഫയൽ ചെയ്തേക്കുന്നത്. ഇനി ഇവിടുത്തെ ഏറ്റവും നല്ലൊരു കാര്യം, 2025 യൂണിയൻ ബഡ്ജറ്റ് പ്രകാരം 12 ലക്ഷം വരെയുള്ള വരുമാനത്തിന് നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട. അതുപോലെ തന്നെ ഇവിടെ സാലറിഡ് സിറ്റിസൺ ആണെങ്കിൽ 12,75,000 വരെ എക്സംപ്റ്റഡ് ആണ്. പക്ഷെ നിങ്ങൾ ആക്ച്വലി ടാക്സ് പേ ചെയ്യുന്നില്ലെങ്കിലും നിർബന്ധമായിട്ട് ITR നിങ്ങൾ ഫയൽ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് നിത്യേനെ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിത്യക്ക് 27 വയസ്സാണ്. അപ്പോൾ അവൾ 11 ലക്ഷം രൂപ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവളുടെ ഇൻകം 12,75,000 രൂപയുടെ താഴെ ആയതുകൊണ്ട് തന്നെ അവൾക്ക് ടാക്സ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. എന്നാൽ ഇവിടെ എന്താണ് അവളുടെ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റായ 3 ലക്ഷത്തിൽ കൂടുതലായതുകൊണ്ട് ഇൻകം ഡിക്ലെയർ ചെയ്തുകൊണ്ട് അവൾ എന്താണ് ITR ഫയൽ ചെയ്യണം. സോ ITR വഴി നമ്മൾ നമ്മുടെ ഇൻകം ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ടാക്സ് അടയ്ക്കണം എന്നല്ല അതിന്റെ അർത്ഥം വരുന്നത്. അതായത് നമ്മൾ നമ്മുടെ ഇപ്പോൾ എന്താണ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമ്മളൊരു ഗോവ ട്രിപ്പൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാറില്ലേ? എന്നോർത്ത് നമ്മൾ ഗോവയിൽ പോകണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ ITR ഫയലിംഗിന്റെ സ്റ്റെപ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ITR ഫയൽ ചെയ്യാൻ നേരത്ത് നമുക്ക് ചില ഡോക്യുമെന്റ്സ് ഒക്കെ ആവശ്യമായിട്ടുണ്ട്, അത് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ ആദ്യമേ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അത് എളുപ്പമായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ഡോക്യുമെന്റ്സ് എന്നുള്ളത് നമുക്കിപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അതുപോലെ തന്നെ ഈ ഒരു അസസ്മെന്റ് ഇയറിലേക്കുള്ള ITR ഫയലിംഗിന്റെ ഡെഡ് ലൈൻ വരുന്നത് 15 സെപ്റ്റംബർ 2025 ആണ്. അപ്പോൾ ഡീറ്റെയിൽസ് നമുക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ പറയാം. സോ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ഇപ്പോൾ നമുക്ക് ITR ഫയലിംഗ് ആയിട്ട് നമ്മൾ റെഡിയാണ്. സോ ITR ഫയലിംഗിന്റെ സ്റ്റെപ്സ് നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ലോഗിൻ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എന്താണ് പാൻ, ആധാർ, അതുപോലെ യൂസർ ID നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ നേരത്ത് നിങ്ങൾ കൊടുത്ത സെക്യൂർ ആക്സസ് മെസ്സേജ് നിങ്ങൾ കൺഫേം ചെയ്തുകൊണ്ട് നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ കൊടുക്കാം. അപ്പം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അസസ്മെൻറ്റ് ഇയർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ?
ഇപ്പോൾ നമ്മൾ 2024-25 സാമ്പത്തിക വർഷത്തിലാണ് ഇൻകം ഏൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്ന അടുത്ത വർഷമായിരിക്കും നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അതായത് 2025-26 അപ്പോൾ നമ്മൾ ഇൻകം ഏൺ ചെയ്ത വർഷം, അതായത് 2024-25 നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയും. അതുപോലെ നമ്മൾ ടാക്സ് അടയ്ക്കുന്ന വർഷത്തിൽ നമ്മൾ അസസ്മെന്റ് ഇയർ എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് 2024-25 നമ്മൾ ഇൻകം ഏൺ ചെയ്താണെങ്കിൽ നമ്മുടെ അസസ്മെന്റ് ഇയർ വരുന്നത് 2025-26 ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത് മോഡ് ഓഫ് ഫയൽ നിങ്ങൾക്ക് ഇവിടെ ഓൺലൈൻ കൊടുത്തുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ITR ഫയൽ ചെയ്ത് പകുതിക്ക് നിങ്ങൾ നിർത്തിയേക്കുവാണ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇവിടെ റെസ്യൂം ഫയലിംഗ് കൊടുത്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പം നമ്മളിവിടെ സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പം ഇവിടെ നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ വ്യക്തികളാണെങ്കിലും എന്താണ് നമ്മൾ നിർബന്ധമായിട്ട് ITR നമ്മൾ ഫയൽ ചെയ്യണം. അതായത് ഇപ്പോൾ ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, കമ്പനീസ് ആയിക്കോട്ടെ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, ആരും ആയിക്കോട്ടെ നമ്മൾ എന്താണ് നമ്മുടെ റിട്ടേൺസ് നമ്മൾ നിർബന്ധമായിട്ട് ഫയൽ ചെയ്യണം. ഇപ്പം എന്നെ പോലെ അല്ലെങ്കിൽ നിങ്ങളെ പോലെയൊക്കെയുള്ള വ്യക്തികളാണെങ്കിൽ നമുക്ക് എന്താണ് ഇൻഡിവിജ്വൽ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത് ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ITR ഫോം നമ്മളോട് സെലക്ട് ചെയ്യാനായിട്ടാണ് ചോദിക്കുന്നത്. അപ്പം ITR ഫോമിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ ഒരു 7 ITRൽ 4 മാത്രമാണ് ഇൻഡിവിജ്വൽസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ITR ഫോമിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ ITR 1 ആണ്. അപ്പോൾ ഈ ഒരു ITR വഴി ടാക്സ് ഫയൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാളാവണം. അപ്പോൾ ടോട്ടൽ ഇൻകം 50 ലക്ഷം വരെ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പണം ലഭിക്കുന്ന ഒന്നെങ്കിൽ നിങ്ങളുടെ ജോലി നിന്നോ അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ വേറെ ഔട്ട്ലെറ്റ്സ് നിന്നൊക്കെ ആവണം. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു NRI ആണെങ്കിൽ എനിക്ക് ITR 1 വഴി ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി നമുക്ക് അടുത്ത് വരുന്നത് ITR 2 ആണ്. അപ്പോൾ ഈ ഒരു ITR വഴി നമ്മളിപ്പോൾ ടാക്സ് ഫയൽ ചെയ്യണമെങ്കിൽ നിങ്ങളിപ്പോൾ ഇൻഡിവിജ്വൽ അതുപോലെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി 2 പേർക്കും ഇവിടെ പറ്റും. അപ്പോൾ ഇത് നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ഒക്യുപ്പേഷന് പുറത്തുള്ള ഇൻകം സോഴ്സിൽ നിന്നുള്ള റവന്യൂവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ജോബ്, ഹോം, ക്യാപിറ്റൽ ഗെയിൻസ് അല്ലെങ്കിൽ അതർ സോഴ്സിൽ നിന്നൊക്കെ പണം ഏൺ ചെയ്യുന്ന ഇൻഡിവിജ്വൽ അതുപോലെ NRIസിന് ITR 2 ഫോം ഫയൽ ചെയ്യാം. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു NRIക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു 50 ലക്ഷം രൂപ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ITR 2 ഫയൽ ചെയ്യാം. എന്നാൽ 11 ജൂലൈ 2025 റിലീസ് ചെയ്ത പുതിയ എക്സൽ ബേസ്ഡ് ITR 2 ഫോമിൽ ഗവൺമെന്റ് പല മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കാര്യം, നിങ്ങളിപ്പം അൺലിസ്റ്റഡ് ബോൺസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലിയർലി മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ 1 ഒക്ടോബർ 2024 അല്ലെങ്കിൽ അതിനുശേഷം ഷെയർ ബൈബാക്കിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ക്യാഷ് ഇൻകം ഫ്രം അതർ സോഴ്സിന്റെ കീഴിൽ നിങ്ങൾ മെൻഷൻ ചെയ്യണം. അതുപോലെ ക്യാപിറ്റൽ ഗെയിൻ്റെ കീഴിൽ നിൽ എന്ന് നിങ്ങൾ മാർക്ക് ചെയ്യണം. ഇനി അടുത്ത് ഡിവിഡൻഡ് ഇൻകം ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പുതിയൊരു റോ ആഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ മൂന്നാമതായിട്ട് റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ് കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യണം. അപ്പോൾ മുമ്പ് നിങ്ങൾക്ക് ഇൻകം 50 ലക്ഷത്തിൽ കൂടുതലായിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. ഇപ്പം നോക്കുവാണെങ്കിൽ ത്രെഷോൾഡ് 1 കോടിയായിട്ട് കൂട്ടിയിട്ടുണ്ട്. കൂടാതെ 23 ജൂലൈ 2024 അല്ലെങ്കിൽ അതിനു മുമ്പും ശേഷം ഉണ്ടായിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് സെപ്പറേറ്റ് കോളം ITR ഫോമിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ്ലി സെക്ഷൻസ് മെൻഷൻ ചെയ്യാനായിട്ട് പുതിയ TDS കോളം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല ടാക്സ് പേയേഴ്സ് ATC ഡിഡക്ഷൻ അതുപോലെ ഹോം ലോൺ ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാനായിട്ട് ഇനി പ്രൂഫ് നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതുപോലെ ITR 3 അതുപോലെ ITR 4 ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം നിങ്ങൾക്ക് ഇവിടെ. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ITR 2 അതുപോലെ 3 മാത്രമാണ് എക്സൽ യൂട്ടിലിറ്റീസ് റിലീസ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എന്താണ് ITR 1 ആണ് നമ്മൾ ഫയൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ITR 1 നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ട് പ്രൊസീഡ് വിത്ത് ITR 1 നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് നമുക്ക് കൊടുക്കാം. അപ്പം ITR 1 നമ്മൾ ഫയൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ ഇതുപോലൊരു ബോക്സ് വരും. അപ്പോൾ ഇതിൽ നമ്മളോട് റീസൺ ആണ് ചോദിക്കുന്നത്, അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾ ITR ഫയൽ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റീസൺ എന്താണെന്നുള്ളത് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിവിടെ നിങ്ങളുടെ സ്ക്രീനിൽ നോക്കി കാണാം, നിങ്ങൾക്ക് പേഴ്സണൽ ഇൻഫോർമേഷൻ, ഗ്രോസ് ടോട്ടൽ ഇൻകം, ടോട്ടൽ ഡിഡക്ഷൻ, ടാക്സ് പെയ്ഡ്, അതിൽ വെരിഫൈ യുവർ ടാക്സ് ലയബിലിറ്റി ഡീറ്റെയിൽസ് എന്നുള്ളത് കാണാം. അപ്പോൾ ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് എടുത്ത് നമ്മൾ വാലിഡേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ പേഴ്സണൽ ഇൻഫോർമേഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ പ്രീഫിൽഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ നേരത്തെ നമ്മൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വന്നേക്കുന്നത് കാണാം. അതായത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നിങ്ങൾക്ക് കാണാം. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് നിങ്ങളിവിടെ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ ഏത് ആണ് നിങ്ങളുടെ നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഫയലിംഗ് സെക്ഷൻ ഇവിടെ ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. ഇനി ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെക്ഷൻ 115 BAC ആണ് എന്താണ് ഇവിടെ ഡീഫാൾട്ട് റെജ്യൂമായിട്ട് വരുന്നത്, ഡീഫാൾട്ട് സെറ്റിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നോ ഓട്ടോ ഫീൽഡ് ആയിട്ട് ഇവിടെ വരും. അതായത് ബൈ സെലക്ടിങ് ദിസ് ഓപ്ഷൻ യുവർ ഇൻകം ആൻഡ് ടാക്സ് കമ്പ്യൂട്ടേഷൻ ഷാൽ ബി ആസ് പെർ ന്യൂ ടാക്സ് റെജ്യൂം. അപ്പോൾ ന്യൂ ടാക്സ് റെജ്യൂം ആണ് ഡീഫാൾട്ട് റെജ്യൂം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം എന്താണ് ഓൾ ടാക്സ് റെജ്യൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എസ് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ന്യൂ ടാക്സ് റെജ്യൂം വെച്ചാണ് കൊടുക്കുന്നത്. അപ്പം അതിനുശേഷം നമുക്ക് കൺഫേം കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നിങ്ങളുടെ ഇൻകം ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും.
ഇപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അത് എൻട്രി ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങളുടെ ഇൻകം ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കൺഫേം കൊടുക്കാം. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകണം, അതാണ് ടോട്ടൽ ഡിഡക്ഷൻസ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൺഫേം കൊടുക്കാം. ഇനി അടുത്ത് സെക്ഷൻ വരുന്നത് ടാക്സ് പെയ്ഡ് ആണ്. അപ്പോൾ ടാക്സ് പെയ്ഡിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ടോട്ടൽ ടാക്സ് പെയ്ഡ് എമൗണ്ട് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അത് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കൺഫേം കൊടുക്കാം. ഇനി ടാക്സ് ലയബിലിറ്റീസ് നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെരിഫൈ ടാക്സ് ലയബിലിറ്റി ഡീറ്റെയിൽസ് നമ്മൾ എടുക്കുകയാണ്. അപ്പം ഇവിടെ നമ്മുടെ ഇൻകം കമ്പ്യൂട്ടേഷൻ നമുക്ക് കാണാം, അതുപോലെ തന്നെ നമ്മുടെ ടാക്സ് കമ്പ്യൂട്ടേഷൻ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം അതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കൺഫേം കൊടുക്കാം. അപ്പോൾ കൺഫേം ചെയ്തതിന് ശേഷം പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ടാക്സ് ഡ്യൂ എത്രയാണോ ഉള്ളതെന്നുള്ളത് കാണാം. അപ്പോൾ ടാക്സ് ഡ്യൂ ഒന്നുമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എമൗണ്ട് റീഫണ്ട് ഉണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് യുവർ റിട്ടേൺ കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു ടിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രൊസീഡ് ടു വാലിഡേഷൻ കൊടുക്കുക. അപ്പോൾ ഇതിന് ശേഷം നിങ്ങളുടെ റിട്ടേൺ നിങ്ങൾക്ക് പ്രിവ്യൂ ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രൊസീഡ് ടു വാലിഡേഷൻ കൊടുക്കാം. എനിക്കിവിടെ ടാക്സ് ലയബിലിറ്റി ഇല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടാക്സ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ ടാക്സ് ഡ്യൂ ഈ ഒരു വിൻഡോയിൽ കാണിക്കുന്നതാവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പേ നൗ അല്ലെങ്കിൽ പേ ലേറ്റർ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളിവിടെ പേ നൗ കൊടുക്കുകയാണെങ്കിൽ പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്ക് പോകുന്നതാവും. അപ്പം നിങ്ങൾ വിചാരിക്കരുത് ഇതോടെ നിങ്ങളുടെ ITR ഫയലിംഗ് കഴിഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മളെന്താണ് വെരിഫിക്കേഷൻ, നമ്മൾ ഈ വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് നമ്മൾ നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ വെരിഫൈ നൗ, ഈ വെരിഫൈ ലേറ്റർ, വെരിഫൈ വേ ITR വി. അപ്പം ഈ വെരിഫൈ നൗ ആണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ അത് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളോട് ചോദിക്കും ഹൗ ഡു യു വാണ്ട് ടു വെരിഫൈ. അതിൽ നിങ്ങൾക്ക് ഐ വുഡ് ലൈക്ക് ടു വെരിഫൈ യൂസിങ് OTP ഓൺ മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് വിത്ത് ആധാർ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക ഐ അഗ്രി ടു വാലിഡേറ്റ് മൈ ആധാർ ഡീറ്റെയിൽസ് ഇത് ജനറേറ്റ് ആധാർ OTP. അപ്പോൾ ഇതോടെ നിങ്ങളുടെ ITR ഫയലിംഗ് ഇവിടെ സക്സസ്ഫുൾ ആയി. സോ ഈ എല്ലാ സ്റ്റെപ്പും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ITR സക്സസ്ഫുള്ളി നിങ്ങൾ ഫയൽ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഒരുപാട് ആളുകൾ വരുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അത് നിങ്ങൾ വരുത്തരുത്. എന്താണ്? ഡ്യൂ ഡേറ്റ് മിസ്സാവുന്നത്. ITR ഫയലിംഗിന്റെ ഡ്യൂ ഡേറ്റ് വരുന്നത് 31 ജൂലൈ 2025 പക്ഷേ ഈ അടുത്ത് അസസ്മെന്റ് ഇയർ 2025-26 ഡ്യൂ ഡേറ്റ് 15 സെപ്റ്റംബർ 2025 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ ഡ്യൂ ഡേറ്റ് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും. ഫൈൻ 1000 മുതൽ 5000 രൂപ വരെ വരാം. അപ്പോൾ ഇത് മാത്രമല്ല ഔട്ട്സ്റ്റാൻഡിംഗ് ടാക്സിന് മേളിൽ പെർ മന്ത് 1% ഇൻട്രസ്റ്റ് വരും. ഇപ്പം പറയുകയാണെങ്കിൽ 3 മാസത്തേക്ക് നിങ്ങൾക്ക് ഒരു 10000 രൂപ ടാക്സ് ഡ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് വരുന്നത് 300 രൂപയാവും, പ്ലസ് നിങ്ങൾ ഫൈനും അടയ്ക്കണം. ഇത് മാത്രമല്ല നിങ്ങൾക്ക് വേറെ ഒരുപാട് ഇഷ്യൂസ് വരാം, ലൈക്ക് ഇപ്പോൾ ലീഗൽ നോട്ടീസ് വരാം, ചില ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് നഷ്ടമാകും. അതുകൊണ്ട് തന്നെ ഒട്ടും ലേറ്റ് ആക്കാതെ നേരത്തെ തന്നെ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ എറർ കുറയ്ക്കാനായിട്ട് AS ഫോം 26AS അതിൽ TAS ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ടാക്സ് റിലേറ്റഡ് ഇൻഫോർമേഷൻ എല്ലാം നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. സോ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡീറ്റെയിൽ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് റീചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഫോം 26AS. അപ്പോൾ ഫോം 26AS 2008-2009 മുതൽ അവൈലബിൾ ആണ്. എന്നാൽ 2023-24 അസസ്മെന്റ് ഇയർ തൊട്ട് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഇൻകം ടാക്സ് പോർട്ടലിൽ നിന്ന് നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പാൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും ഇതിൽ വരും, ലൈക്ക് ഇപ്പോൾ ഗ്രോസ് ഇൻകം, TDS ഡിഡക്റ്റഡ്, TCS കളക്റ്റഡ് എല്ലാം. സോ നിങ്ങൾ ITR ഫയൽ ചെയ്യാൻ നേരത്തെ ഈ ഒരു ഡേറ്റയൊക്കെ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് നോട്ടീസ് ലഭിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ 26AS ചെക്ക് ചെയ്യാനായിട്ട് ഈ സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ 26ASലുള്ള ഇൻഫോർമേഷൻ കൂടാതെ AS അല്ലെങ്കിൽ TAS എന്നുള്ള നമുക്ക് കുറച്ചും കൂടി എക്സ്ട്രാ ഡേറ്റ നമുക്ക് കിട്ടും, ലൈക്ക് ഇപ്പോൾ 5 ഹെഡ്സ് എന്നുള്ള ഇൻകം, അതുപോലെ TDS ഡിഡക്റ്റഡ്, ക്യാഷ് ഡിപ്പോസിറ്റും വിഡ്രോവൽസും, ഷെയർ ട്രേഡ് റിലേറ്റഡ് ട്രാൻസാക്ഷൻസ്, ഇമൂവബിൾ പ്രോപ്പർട്ടി പർച്ചേസ്, ഈ വർഷം നമ്മൾ ചെയ്ത ഫിക്സഡ് അല്ലെങ്കിൽ റെക്കറിംഗ് ഡിപ്പോസിറ്റ്, പിന്നെ നിങ്ങളുടെ പാൻ റിലേറ്റഡ് ആയിട്ടുള്ള GST വഴി ഫയൽ ചെയ്ത GST ടേൺ ഓവറും, അങ്ങനെ പലതും നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ AS കിട്ടാനായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. സോ നമ്മൾ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് എത്തി. അപ്പോൾ ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ എന്ന നിലയിൽ നമ്മുടെ ടാക്സ് ലയബിലിറ്റി അടയ്ക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടി മാത്രമല്ല, പല കാരണങ്ങളാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ബാങ്കിലേക്കൊക്കെ പോകുമ്പോൾ ITR നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം പ്രൂഫായിട്ട് കാണിക്കാം, ഈവൻ നിങ്ങൾക്ക് ടാക്സ് ഡ്യൂ ഒന്നും ഇല്ലെങ്കിലും. കൂടാതെ നിങ്ങൾക്ക് ഇപ്പം ഇൻകം ടാക്സ് ബ്രാക്കറ്റിന്റെ കീഴിലാണ് നിങ്ങൾ വരുന്നെങ്കിൽ നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാനായിട്ട് ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ടാക്സ് എന്ന് കമന്റ് ചെയ്യാം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.